നമസ്കാരം. നമുക്ക് വിവാഹ നിശ്ചയം നടന്നിട്ട് ചില വിവാഹങ്ങൾ നടക്കാതെ പോകുന്നു. സാധാരണ നമ്മൾ വിവാഹം നിശ്ചയം നടന്നാൽ വിവാഹത്തിന് തുല്യമാണ് എന്നാണ് എല്ലാവരും കരുതാറ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തന്നെയും വിവാഹ നിശ്ചയം പറഞ്ഞ സമയത്ത് വിവാഹ നിശ്ചയമൊക്കെ നടത്തി, ഇപ്പോൾ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞു, ആർഭാടമായിട്ടെല്ലാം കഴിഞ്ഞ് കുറച്ച് ഒരു മാസമോ 2 മാസമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ പരസ്പരം സംസാരിക്കുകയും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. വേറെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളാവും. ചില കല്യാണങ്ങൾ ആ ഒരു ഇതിൽ പലരും അത് വിളിച്ച് ചോദിക്കാറുണ്ട്. വിവാഹം നടക്കാതെ പോകും. പറഞ്ഞ സമയത്ത് വിവാഹം ചിലപ്പോൾ പയ്യൻ ദുബായിലേക്ക് തിരിച്ചു പോകും, പിന്നീട് അത് വിവാഹം നടക്കാതിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വരാൻ പറ്റാത്ത കാരണങ്ങൾ ഓരോന്ന് പറയും. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും വിവാഹം നിശ്ചയിച്ചിട്ട് പിന്നെ നടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്താണ് പിഴവെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർക്കും, ആൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പെൺകുട്ടിയുടെ, എനിക്കറിയാവുന്ന 1-2 പെൺകുട്ടികളുണ്ട്, പയ്യൻ വരുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ വീട്ടുകാർ പുടവ വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് വിഷുവിനും ഓണത്തിനും ഒക്കെ. 1 വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിശ്ചയിച്ച വിവാഹം നടക്കാതെ വീണ്ടും നീട്ടി കൊണ്ടുവന്നു. പെൺകുട്ടികൾ നോയമ്പ് നോറ്റും വിളിച്ചു പറഞ്ഞും വഴിപാടും പൂജകളും ഒക്കെ ചെയ്തും കരഞ്ഞ് ഇരിക്കുന്നുണ്ട്. പയ്യന്മാരിപ്പോൾ പറയണ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയിച്ച വിവാഹം നടക്കാതിരിക്കുന്നതിന് ഒരു കാരണമല്ല, പല കാരണങ്ങൾ. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തന്നെ ജാതക പൊരുത്തം ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പരസ്പരം വീട്ടുകാർ തമ്മിൽ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഒബ്ലിക്കേഷൻ്റെ പുറത്ത് വിവാഹം ഉറപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം തെന്നിപ്പോകുമ്പോൾ അതിലാകി ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചിലപ്പോൾ ജാതകങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ആ ജാതകത്തിൽ ആ സമയത്ത് വിവാഹയോഗം നടക്കേണ്ടതും പയ്യൻ്റെ ഈ ജാതകത്തിൽ വിവാഹം നടക്കണ്ടാത്ത സമയവുമാണ്. ഓരോരുത്തർക്കും വിവാഹത്തിനൊരു യോഗമുണ്ട്. ആ വിവാഹ യോഗം വന്ന് പെട്ടാലേ നമുക്ക് എന്താണ് മംഗല്യഭാഗ്യം വരുള്ളൂ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അപ്പം പെൺകുട്ടിക്ക് ചിലപ്പോൾ വിവാഹയോഗമുള്ള സമയത്തായിരിക്കും ഈ പയ്യൻ്റെ ആലോചന വന്നു, ആലോചന മുറുകി, വീട്ടുകാർ സമ്മതിച്ചു, അവർ മോതിരം റിംഗ് എക്സ്ചേഞ്ച് നടന്നു, എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു വിവാഹ നിശ്ചയമാണെങ്കിലും വിവാഹം പോലെ അതൊരു ചടങ്ങായിട്ടൊക്കെ എല്ലാവരും നടത്തി എങ്കിലും ഈ താലികെട്ടൽ പാരമ്പര്യേതര വിവാഹം എന്ന് പറയുന്ന സംഗതി നടക്കാൻ ചിലപ്പോൾ അവിടെ പല തടസ്സങ്ങളും വന്നു ചേരും. അതിൻ്റെ കാരണം ഒന്ന്, വിവാഹപ്രായം 2 പേർക്കും വ്യത്യസ്ത പ്രായമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ വിവാഹ ആലോചന വരുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് 2 പേർക്കും വിവാഹത്തിന് സമയമായോ നോക്കണം. ഇനിയിപ്പോൾ പെൺകുട്ടിക്ക് സമയമാണ്, ആൺകുട്ടിക്ക് സമയം അല്ലെങ്കിൽ പൊരുത്തം നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് ചിലത് നടക്കാത്തതാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല എന്നറിയാം. പൊരുത്തം ഉണ്ടെങ്കിലും അത് നടക്കില്ല എന്നറിയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപദോഷങ്ങളുണ്ടോ എന്ന് നോക്കണം. ഉദാഹരണമായിട്ട് ചില ജാതകങ്ങളിൽ 7ാം ഭാവത്തിൽ കുജനോ 8ാം ഭാവത്തിൽ ചന്ദ്രാലെട്ടിൽ കുജനോ ശുക്രാലെട്ടിൽ കുജനോ ലഗ്നാലോ ഒക്കെ കുജനുണ്ടാവാം. ഇങ്ങനെ കുജൻ്റെ ദോഷമുള്ളവർക്ക് അല്ലെങ്കിൽ 7ാം ഭാവത്തിൽ ആദിത്യനുണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വിവാഹങ്ങൾ തടസ്സപ്പെടാം, വിവാഹം നടക്കാതിരിക്കാം. ഈ ചൊവ്വാദോഷം കൊണ്ട് ചിലപ്പോൾ വിവാഹത്തിന് താമസം വരാം. പയ്യൻ്റെ ജാതകത്തിൽ ചിലപ്പോൾ അതുണ്ടാവില്ല, ചിലപ്പോൾ പയ്യനുണ്ടാവാം, പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ വരുമ്പോൾ അവിടെ പാപസാമ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ജാതകം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് വിവാഹം തടസ്സപ്പെടാനും വിവാഹം താമസിച്ച് നടക്കാനും യോഗമുണ്ട് എന്ന കുട്ടിയുടെ ജാതകത്തിൽ നമുക്ക് ലഗ്നം നോക്കിയാൽ അറിയാൻ പറ്റും. ആ കുട്ടിയുടെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ ആയാലും പെൺകുട്ടിയുടെ ആയാലും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉടനെ ആ ഗ്രഹനില പരിശോധിച്ച് ലഗ്നാലോ ചന്ദ്രാലോ ഇങ്ങനെ ഒരു വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ പരിഹാരം ചെയ്യണം. അതിന് പരിഹാരം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ള ഒരു റെമഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് എന്താണെന്ന് കണ്ടതിന് ശേഷമേ നമുക്ക് അതിനൊരു റെമഡി ആവുള്ളൂ. അടുത്തത് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില പെൺകുട്ടികളുടെ ജാതകത്തിൽ ഒരു പുനർവിവാഹ യോഗം അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ജാതകത്തിൽ ഒരു പുനർവിവാഹ യോഗം പറഞ്ഞിട്ടുണ്ടാവും. അത് പെട്ടെന്നൊരു ജാതക പൊരുത്തം എടുത്ത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ജാതകം നോക്കുമ്പോൾ പെട്ടെന്നൊന്നും ചിലപ്പോൾ അറിയാൻ സാധിച്ചു എന്ന് വരില്ല. അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പുനർവിവാഹ യോഗം, ഒരു രണ്ടാമതൊരു വിവാഹയോഗം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടൊരു അഫെയർ ഉണ്ടാവണം. ആ അഫെയർ
വിവാഹമല്ലാതെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളായി തീരണം എന്നൊക്കെ അപ്പോൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുമോ ജാതകത്തിൽ? എന്നോട് ഒരാൾ ചോദിച്ചതാണ്. അതൊക്കെ അറിയാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാവർക്കുള്ള കാര്യങ്ങളല്ലേ, രഹസ്യമല്ലേ? രഹസ്യമൊന്നുമല്ല. ജാതകം ഒരു ഗ്രഹനില പരിശോധിച്ച് വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. 98% കാര്യങ്ങളും ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മറച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ട്, പറയുന്നവർക്കും ബുദ്ധിമുട്ട്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തതയോടെ പറയാത്തതും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് എന്താണ്, അങ്ങനെ ഒരു മുൻ ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം ചിലപ്പോൾ വിവാഹത്തിൽ കലാശിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും പൂർവ്വ പ്രണയബന്ധം ചിലപ്പോൾ വിവാഹം പോലെ വല്ല ഈ പിള്ളേരൊക്കെ ഇന്നത്തെ കാലത്ത് പോയിട്ട് വല്ല അമ്പലത്തിൻ്റെ നടക്കി വെച്ച് വല്ല മോതിരോടെ ഗാന്ധർവ വിധി പ്രകാരം വല്ല കഴുത്തിൽ മാലയിട്ട് കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് ഈ തലമുറ വളർന്നു വരുമ്പോൾ ഈ തലമുറ ഇപ്പോഴത്തെ ആധുനിക തലമുറയ്ക്ക് എപ്പോൾ ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ അവരപ്പം അങ്ങ് ചെയ്തേക്കും. മറ്റത് രക്ഷകർത്താക്കളെ പാരൻസിനൊന്നും പേടിക്കേണ്ട അവസ്ഥയൊന്നും അവർക്കില്ല. ഇപ്പം പണ്ട് അങ്ങനെയല്ല. മാതാപിതാക്കൾ, പിതൃക്കൾ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ, മാതാപിതാക്കൾ, അമ്മാവന്മാർ, ഇവരൊക്കെ നമ്മുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാരൊന്നും അറിയാതെയും പറയാതെയും ഒരു കാര്യമൊന്നും നടക്കില്ല. ഇപ്പം ഇങ്ങനെയല്ല. കല്യാണം കഴിക്കണം തോന്നിയാൽ നേരെ പെണ്ണും ചെറുക്കനും കൂടെ പോകും. ഏതെങ്കിലും വണ്ടിയുമ്പോൾ ബൈക്കുമ്പോൾ കയറും, ഏതെങ്കിലും അമ്പലത്തിൽ പോകും. ചിലപ്പോൾ താലി കെട്ടും, ചിലപ്പോൾ മോതിരം ഇടും, ചിലപ്പോൾ ഒരു അമ്പലത്തിൽ പോയി ഒരു ദിവസം താമസിച്ച് തിരിച്ചു വരും. വീട്ടുകാർ പാവം വിചാരിക്കും മോളും മോനും ജോലിക്ക് പോയതാണ്, അയ്യോ കഷ്ടം, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു യോഗം ഉണ്ടാവാം. ഇപ്പം നമ്മളിവിടെ വിവാഹം നിശ്ചയിച്ച് കഴിയുമ്പോൾ ആ നിശ്ചയം മുടങ്ങുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാം അവിടെ പുനർവിവാഹ യോഗം ഉണ്ടായിട്ടുണ്ടാവാം. ആ പുനർവിവാഹ യോഗം ചിലപ്പോൾ ഈ നിശ്ചയിച്ച വിവാഹം മുടങ്ങുന്നതോടുകൂടി ആ രണ്ടാം കല്യാണത്തിൻ്റെ യോഗം ചിലപ്പോൾ അങ്ങനെ പോവാം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണ്, അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ, ലവ് മാരേജ് ആണെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് വേണ്ടാന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിശ്ചയിച്ചാൽ ഈ വിവാഹം, ഇവർ മാത്രമല്ല പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞാൽ അധിക കാലമൊന്നും നിശ്ചയിച്ചിടരുത്. 1-2 മാസം കൂടി വന്നാൽ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇന്ന് നിശ്ചയിച്ച 2 മാസത്തിനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തിയിട്ടുണ്ടാവണം. ഒരു പൊന്നും പണം ഉണ്ടാക്കാനുള്ള കുറച്ച് സമയം, അത്രയും കഴിഞ്ഞാൽ തുണി വാങ്ങിക്കുക, തയ്ക്കുക, അത്രയുള്ള സമയത്തിനുള്ളിൽ കല്യാണം നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ 6 മാസം, ഇപ്പോഴത്തെ കല്യാണമൊക്കെ 6 മാസം 1 വർഷമൊക്കെ നിശ്ചയിച്ചിടും. 6 മാസം 1 വർഷമൊക്കെ കല്യാണം നിശ്ചയിച്ച് എൻഗേജ്മെൻ്റൊക്കെ നിശ്ചയമൊക്കെ ചെറുക്കനും പെണ്ണും രണ്ട് വഴിക്ക് പോയി കഴിയുമ്പോൾ ഇവർ തമ്മിൽ സംസാരമായി, വിഷയമായി, കാണലായി, കേൾക്കലായി. അപ്പോൾ പയ്യന് പെണ്ണിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടില്ല, പെണ്ണിന് പയ്യൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നിശ്ചയം കഴിഞ്ഞിട്ട് വിവാഹത്തിലേക്ക് എത്താൻ കുറച്ച് താമസം എടുക്കാം. കഴിയുന്നതും നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അധിക കാലം കൂട്ടിയിടാതെ പെട്ടെന്ന് തന്നെ വിവാഹം നടത്താൻ നോക്കുക. ഇനി അങ്ങനെ ധൃതി പിടിച്ച് വിവാഹം നടത്തിയാലും ചിലവർക്ക് പറ്റില്ല എന്ന് തോന്നി അവർ പിന്നീട്, ഇപ്പം ഈ ഇടയായിട്ട് നിരന്തരം കേൾക്കുന്നതാണ്, നിശ്ചയം കഴിഞ്ഞ് 3 മാസമൊക്കെ കഴിയുമ്പോൾ പെൺകുട്ടി ആ നിശ്ചയം മുടങ്ങി, ആ കല്യാണം മുടങ്ങി. ഇത് നിരന്തരം കേൾക്കുന്നൊരു കാര്യമാണ്. ജാതകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമ്മളതെല്ലാം നോക്കി അതെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പരിഹരിച്ചതിന് ശേഷം മാത്രം വിവാഹ നിശ്ചയം നടത്തുക. അല്ലാതെ വെറുതെ ചില മാതാപിതാക്കൾക്ക്, ചില പെൺകുട്ടികൾക്ക്, ചില ആൺകുട്ടികൾക്കൊക്കെ ഒരു തോന്നലുണ്ട്, വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വിവാഹം നടന്നാൽ പിന്നെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കൊള്ളുന്നു. അതൊക്കെ തോന്നലാണ്. എങ്ങനെയെങ്കിലും വിവാഹം നടന്ന് എങ്ങനെയെങ്കിലും ജീവിക്കുകയൊന്നുമില്ല. വിവാഹം എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ആ ഒരു കർമ്മം നമ്മൾ 2 വീട്ടുകാരും 2 വ്യക്തികളും തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറ് നമ്മൾ നിർവഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. എങ്ങനെയെങ്കിലും അത് നടത്തിയെടുത്തിട്ട് പിന്നീട് ഏറ്റവും വലിയ ശത്രുക്കളാവുന്നത് ഈ 2 കുടുംബക്കാരുമാണ്. ഈ കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസം തന്നെ എനിക്കൊരു സംഭവം എൻ്റെ അടുത്ത് ഒരു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി, അവർ 2 പേരും സെയിം കാസ്റ്റ് അല്ല, 2 കാസ്റ്റിൽപ്പെട്ട കുട്ടികളാണ്. പക്ഷെ അവർ കുറേ കാലങ്ങളായിട്ട് 2-3 വർഷക്കാലത്തോളം ഇവർ പരസ്പരം സ്നേഹിച്ചു. പരസ്പരം സ്നേഹമൊക്കെ കഴിഞ്ഞ് വീട്ടിലാലോചിച്ചു, ഇവർക്ക് ഇതല്ലാതെ വേറെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരും സമ്മതിച്ചു, പയ്യൻ്റെ വീട്ടുകാരും സമ്മതിച്ചു. അങ്ങനെ വന്ന് ഇവർ ജാതകം ഒന്നും നോക്കാതെ കല്യാണമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ആദ്യം നിശ്ചയം പോലെ എന്തോ എൻഗേജ്മെൻ്റ് പോലെ നടത്തിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം വന്ന് വിവാഹം വേണ്ടാന്ന് വരെ എത്തുന്ന രീതിയിലായി. കാരണം ഇവർ 3 വർഷം മുമ്പ് പ്രണയബദ്ധരാണ്, വിവാഹ നിശ്ചയവും കഴിഞ്ഞു. എന്നിട്ടും വേണ്ട എന്നുള്ള രീതിയിൽ വീട്ടുകാർ തമ്മിലുള്ള സംസാരത്തിലാണ് അങ്ങനെ എന്തോ സംഭവിച്ചത്. അപ്പോൾ പയ്യൻ്റെയും പെൺകുട്ടിയുടെയും നിർബന്ധപ്രകാരം വിവാഹം തീരുമാനിച്ചു. അങ്ങനെ വിവാഹം തീരുമാനിച്ച് വിവാഹം നടക്കുകയും ചെയ്തു. വിവാഹം നടന്ന് കുറച്ച് ഒരു വർഷത്തോളം, കഷ്ടി 1 വർഷത്തോളമൊക്കെ എങ്ങനെയൊക്കെയോ ഇവർ തട്ടിമുട്ടിയൊക്കെ കഴിഞ്ഞുകൂടി. എന്തായാലും 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ അവർ 2 പേരും ബന്ധം പിരിയാൻ വേണ്ടി മ്യൂച്വൽ ഡിവോഴ്സിന് ഒപ്പിട്ടേക്കാണ്. നമ്മളിവിടെ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ 3 വർഷം പ്രണയബദ്ധരായിരുന്നവർ ഒരിക്കലും പിരിയാൻ പാടില്ല. കാരണം അവർ
പരസ്പരം അറിഞ്ഞുകൊണ്ടാണല്ലോ പ്രണയിച്ചത്. പ്രണയം കഴിഞ്ഞപ്പോൾ ഇവർ കല്യാണം കഴിച്ചത് അറിഞ്ഞുകൊണ്ടാണല്ലോ. അവിടെ രണ്ട് വീട്ടുകാരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന 4 പേര് മൂകസാക്ഷികളാണ്. ഈ മൂകസാക്ഷികൾ ഇപ്പം രംഗത്ത് വന്നിട്ടുള്ളത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം നമ്മൾ പരസ്പരം ജീവിക്കണമെന്ന് തീരുമാനിച്ചതും ജീവിക്കാൻ തീരുമാനിച്ചതും നിങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും അവിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് തീർത്ത് അവിടെ ആ ഒരു കാര്യം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്ന അതിൽ ഒപ്പിട്ട് ഒരുമിച്ച് പിരിയലല്ല അവിടെ ഒരു ഇത്. കാരണം വിവാഹം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടും നമ്മൾ ജീവിക്കാൻ പറ്റാതെ തോറ്റ് പിന്മാറുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിശ്ചയിച്ച വിവാഹം മുടങ്ങിയിട്ട് നിശ്ചയം നടന്നിട്ടും വിവാഹം നടക്കാതിരിക്കുന്നതും, ഇങ്ങനെ ഈ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് ഡിവോഴ്സായി വേറെ പോയി 24 വയസ്സുള്ള പെൺകുട്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞില്ലെങ്കിലും വേറെ ആരെങ്കിലും കഴിക്കാം, എന്തെങ്കിലും ആവട്ടെ എന്നൊരു സമാധാനമുണ്ട്. താലി കെട്ടിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞിട്ട് പയ്യൻ വേറെ കല്യാണം കഴിച്ചു, ഈ കുട്ടിയും വേറെ കല്യാണം കഴിച്ചു. എന്തിനാ നമ്മൾ ഈ പ്രഹസനത്തിനൊക്കെ പോണേ? ജാതകത്തിൽ 2 വിവാഹത്തിനോ പുനർവിവാഹത്തിനോ യോഗോട്ട് ഇല്ലാതാനും. അപ്പോൾ ചോദ്യം, എങ്ങനെയാണിത് സംഭവിച്ചത്? അവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രശ്നം ജാതകം തന്നെയാണ്. നമ്മുടെ ജാതകത്തിൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉള്ളിലേക്കൊരു കടന്നു ചെന്ന് ഡീപ്പായിട്ട് നമ്മൾ വിവാഹം 7-ാം ഭാവം കളത്രഭാവം പരിശോധിച്ചാൽ അതിൽ ഇങ്ങനെ ഒരു ദോഷം കാണുന്നുണ്ട്. ഏതെങ്കിലും അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് പ്രണയമോ അല്ലെങ്കിൽ അന്യമതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് യോജിക്കാൻ പാടില്ലാത്തൊരു ബന്ധമോ വന്നിട്ടുണ്ടാവണം എന്ന് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ ബന്ധം തുടർന്നുകൊണ്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നിശ്ചയവും വിവാഹവും ഒക്കെ ആവുന്നതിന് മുൻപേ നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാം. അപ്പം ദൈവത്തെ ഓർത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു തമാശയോ കുട്ടിക്കളിയോ അല്ല എന്നുള്ള ചിന്തയോടുകൂടി തന്നെ വിവാഹ നിശ്ചയം നടന്നിട്ട് മുടങ്ങാതെയും വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ആവാതെ ഇരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുക. ഒരിക്കലും നമ്മൾ ഇതിനെ നിസ്സാരമെന്ന് തള്ളിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭാവിയിൽ വലിയൊരു കോൺസിക്വൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് അനുഭവിക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നവർ മാനസികമായിട്ട് പൊരുത്തപ്പെട്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അച്ഛനമ്മമാരെയും സമൂഹത്തെയും ചുറ്റുപാടുകളെയും എന്തിനും നിങ്ങളുടെ ചിന്തകളെ പോലും തരണം ചെയ്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്ന് ബോധ്യമുണ്ടെങ്കിൽ 100% ബോധ്യമുണ്ടെങ്കിൽ നമ്മളവിടെ വിജയിച്ചു.